എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തത്. അപ്പം അടിപൊളിയാണോ? അച്ഛൻ ഡയറക്ടറാണ്. അതെ അതെ. അതെ അതെ പോയിട്ടുണ്ട്. ഉറപ്പായിട്ട് നല്ല ചേഞ്ച് ഉണ്ട്, നല്ല രസമുണ്ട്. ഫുൾ കണ്ടോ? നമുക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും എൻറ്റയർലി മാറും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും. അത് നൈസായിട്ട് കണ്ടു നോക്കാം. നൈസായിട്ടുണ്ട്, അത് നല്ലോണം വർക്കായിട്ടുണ്ട് ഓവറോൾ മൂവിയിൽ. അതെ 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 നല്ല രസമാണ്. ഇതിനായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്ത് അതെ നല്ല രസം. ഓൺ സ്ക്രീൻ കാണുന്ന പോലെ തന്നെയാ. അതെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ പിന്നെ ഉറപ്പായിട്ടും கொள்ளலாம் நல்லா இருக்கு. நல்லா இருக்கு. ட்விஸ்ட் நல்லா இருக்கு. കോംബോ എങ്ങനെയുണ്ട് ബ്രോ? വടിവേലൊക്കെ നല്ല അഭിനയം, നല്ല ഒരു നല്ല ചിരിക്കാനൊക്കെ ഉണ്ടോ? ചിരിക്കാനല്ല, ഫുൾ സസ്പെൻസ്, നല്ലൊരു കഥയാണ്. നല്ല അച്ഛൻ സുധീഷ് ശങ്കർ ഡയറക്ടറാണ്. വേറെ സിനിമ വില്ലാളി വീരും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മൂവിയാണ്. അതിനുശേഷം ഇതാണ്. അത്ര ഒരു ബ്രേക്ക് എടുത്തിട്ട് നല്ല ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട്. അതെ ഇനിയിപ്പോ പുതിയ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടോ അച്ഛൻ്റെ? ഉണ്ട്, വരും. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അതെ അതെ വലിയ സിനിമകളാണ് ഇനി വരാനുള്ളത്. അച്ഛനെല്ലാം ആയിട്ടേ പറയത്തുള്ളൂ എൻ്റെ അടുത്ത് പോലും. അതെ അതെ അടിപൊളി പടം. വടിവേലും ഫഹദ് ഫാസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി. ഒരുപാട് തമാശ ചിരിക്കാനൊക്കെ ചിരിക്കാനും ഉണ്ട്, എന്നാൽ സസ്പെൻസും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി. പാട്ടൊക്കെ കൊള്ളായിരുന്നോ? പാട്ട് കൊള്ളായിരുന്നു. ഫാമിലിക്ക് ഇഷ്ടപ്പെടുമോ? ഫാമിലിക്ക് അടിപൊളിയായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല ഒരു ഇമോഷണലാണ്. ഫഹദും വടിവേലായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയുണ്ട്? കോംബോ നന്നായിട്ടുണ്ട്, കെമിസ്ട്രി ഒക്കെ ഭയങ്കരമായിട്ട് നല്ല നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് ഫുള്ള് തമിഴ്നാട് ആ ഏരിയയിലുള്ള ഒരു സ്റ്റോറിയാണ്. വടിവേൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു ഇതിൽ ഫഹദുമായിട്ടൊരു പടം വരുന്നത്. ഇല്ല ഇത് നല്ല ഇമോഷനി അങ്ങനെയുള്ള പടമാണ്. കോമഡി ചെയ്തില്ല, ഇമോഷൻ ബേസ് ചെയ്തുള്ളത്. രണ്ടുപേരും നന്നായിട്ട് ചെയ്യുന്നു. ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും സിനിമോട്ടോഗ്രാഫി ഒക്കെ ടെക്നിക്കൽ സൈഡൊക്കെ ഇല്ല അത് ഞാൻ കൂടുതലും മറ്റേ ഒരു ഉള്ളിൽ റൂറൽ തമിഴ്നാട് ആ ഏരിയയിലുള്ള ഇതാണ്. നന്നായിട്ട് വർക്കൗട്ട് ഉണ്ട്. ഫാമിലിക്ക് ഇല്ല ഇത് നല്ല കഥ ഇതൊക്കെ ഉണ്ട്, ഒരു ചെറിയ ഇതൊക്കെ ഉള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചിരിക്കാറുണ്ട്, സെക്കൻഡ് ഹാഫ് മാറുന്നു, അതേപോലെ മാറും. അതൊക്കെ ഉണ്ട്, കണ്ടുവെക്ക് കിള്ളി പറക്കും. മാനസന അടിപൊളി സിനിമ, അടിപൊളിയാണ് എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമയായിരുന്നു. ചിരിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് കുറച്ച് ട്വിസ്റ്റിംഗ് ആണ്, എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവരും പോയി കാണുക. എല്ലാം അടിപൊളിയാണ്. എക്സൈറ്റ്മെന്റ് നല്ല പോലെ ഉണ്ട്. അവനായിരിക്കും കുറച്ചും കൂടെ അറിയാവുന്നത് നന്നായിട്ട്. മൂവി കൊള്ളായിരുന്നു. മൂവി ഒരു 10 out of 10 തന്നെ ആയിരിക്കും കറക്റ്റ് കൊടുക്കുന്നത്. വടിവേലു അല്ല നല്ല ഒരു കോംബോ ആയിരുന്നു. കാരണം നമ്മൾ കൊള്ളാം, അത്യാവശ്യം നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും കെമിസ്ട്രി ചെയ്ത ദിവസം കോമഡിയൊക്കെ അത്യാവശ്യം കറക്റ്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അതേപോലെ തന്നെ സസ്പെൻസ് അതേപോലെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കൊള്ളാം. BGM അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ സിനിമ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു സസ്പെൻസ് രീതിയിൽ തന്നെ. നമ്മളെ ഒരു ഹാഫ് പേസ് ചെയ്ത് പോരാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് കറക്റ്റ് ടൈമിൽ അവർ ആ ട്വിസ്റ്റ് ഇട്ട് തിരിച്ചു. അത് കൊള്ളായിരുന്നു. അതിൽ ഇഷ്ടപ്പെടും. ഇടും. സീരിയസ് ആയിട്ട് ഞാൻ കണ്ടു. ഫീൽ ഗുഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യങ്ങളാണ്. സസ്പെൻസ് ആണ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്കൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ഒരുവിധം മനസ്സിലാവും. കോംബോ വർക്ക് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഫഹദുമായിട്ട് ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്ന്. അപ്പം അങ്ങനെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ ഓഡിയൻസിന് കിട്ടിക്കാണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് നമ്മൾ ട്രാക്കേ മാറിപ്പോകും. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു ഫീൽ ഗുഡ് പോലെ പോകുമായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ത്രില്ലിംഗ് ടൈപ്പാണ്. ഓവറോൾ കണ്ടിറങ്ങിയപ്പോൾ എന്താണ്? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് എങ്ങനെ തോന്നി? ഫുള്ള് കണ്ടിട്ട് പടം ഫസ്റ്റ് ഹാഫിനെ കുറിച്ചൊരു പരാമർശം. ഫസ്റ്റ് ഹാഫ് നമുക്ക് ആക്ച്വലി തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പോക്കല്ല പടത്തിൽ. ഫസ്റ്റ് ഹാഫ് നമുക്കത് മനസ്സിലാവത്തേയില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ തൊട്ടാണ് മൂവി. അത് സെക്കൻഡ് ഹാഫിൻ്റെ ഹാഫ് ആകുമ്പോൾ വീണ്ടും അതെ സെക്കൻഡ് ഹാഫ് തൊട്ട് ടോട്ടൽ രീതി അങ്ങ് മാറും. സെക്കൻഡ് ഹാഫിലാകുമ്പോൾ നമ്മൾ ആക്ച്വലി സെക്കൻഡ് ഹാഫിൻ്റെ ഹാഫ് ആകുമ്പോൾ വീണ്ടും ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോഴാണ് നമുക്ക്
ഫുൾ ഇത് കിട്ടുന്നു. ഇതിലൊരു കെമിസ്ട്രി എങ്ങനെയുണ്ട് ഫഹദും വടിവേലും? ഫഹദ് ഫാസിലിലെ നമുക്കറിയാലോ ആ ബ്ലെൻഡ് അവരുടെ പക്കാ ബ്ലെൻഡാണ്. നമുക്ക് അവരുടെ എന്താ പറയുക അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആക്ച്വലി തോന്നുന്ന ഇവരങ്ങ് ജീവിക്കുകയാണ്, അതാണുള്ള സത്യം. ആ ചെറിയ സീക്വൻസ് ആയാലും ചെറിയ കാര്യങ്ങളിൽ അവർ നന്നായി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് ഒരുമിച്ച് വന്നിരുന്നത്, പക്ഷേ ഇത് ഡിഫറെന്റ് വേറൊരു പടം. അതെ. ഇതിന്റെ ടൈപ്പ് നമ്മൾ വിചാരിക്കുന്ന ടൈപ്പല്ല, ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് ഉണ്ട്, കോമഡിയൊക്കെ ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര കോമഡിയൊക്കെ ഉണ്ട്. ഒരു നൈസായിട്ട് നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കുന്ന എല്ലാ കോമഡിയും ഉണ്ട്. പിന്നെ ഡയറക്ടർ മോനാണ് ഓടിക്കുന്നത്. കോമഡിയാണ് എല്ലാം. അത്യാവശ്യം സിറ്റുവേഷൻ കോമഡിയേ ഉള്ളൂ, അല്ല ഭയങ്കര ഓവറായിട്ട് കോമഡി ചെയ്തിട്ടില്ല, അങ്ങനെയും ചെയ്തിട്ടില്ല. ആവശ്യമുള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് കാണാം. അതെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു മോറൽ തരുന്നൊരു പടമാണ്. ഓക്കെ.